എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾ മുതൽ എല്ലാവരുടെയും ഫേവറേറ്റ് ചോക്ലേറ്റ് ആയിട്ടുള്ള 5 സ്റ്റാർ ആണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഒരു 5 സ്റ്റാറിൻ്റെ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് യാതൊരു മോൾഡുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. 5 സ്റ്റാറിൻ്റെ ഉള്ളിൽ ഒരു ക്യാരമൽ ഫില്ലിംഗ് ആണല്ലോ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ക്യാരമൽ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ ഇതുപോലെ ഞാൻ 1 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ വെതറി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും തന്നെ പഞ്ചസാരയുടെ ഒരു കളർ മാറി തന്നെ ഇതുപോലെ ഒന്ന് ഉരുകാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഏകദേശം ഒരു പകുതിയോളം ഉരുകി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തീ അപ്പം തന്നെ ഒന്ന് കുറച്ചും വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് കണ്ടില്ല, പഞ്ചസാര എല്ലാം തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പഞ്ചസാര എല്ലാം അലിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബട്ടറും എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീം ആണെങ്കിലും വിപ്പിംഗ് ക്രീം ആണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ തണുപ്പ് നല്ല പോലെ തന്നെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഒരു ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഫ്രഷ് ക്രീം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളകി അതെല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിൽ ഒരു കാരമൽ ഫില്ലിങ്ങിന് ചെറിയൊരു ഉപ്പ് രസം പോലെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രഷ് ക്രീം ചേർത്ത് നല്ല പോലെ തന്നെ ഇളക്കി അതെല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല ഈ ഒരു പരിവായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു പരിവായി വന്നാൽ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു പാത്രത്തിലിരുന്ന് തന്നെ ഈ ഒരു കാരമലിൻ്റെ ചൂട് പോകുന്നതിന് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ കുറച്ച് ലൂസ് പരുവത്തിലല്ലേ ഇരിക്കുന്നത്, ഇത് നമുക്ക് കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവാകുന്നതിന് വരെ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് കണ്ടില്ല, നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം ഇതുപോലെ തിക്കായി വരുന്നുണ്ട്. ഇതിലും കുറച്ചും കൂടി ഒന്ന് തിക്കായി നമുക്ക് കിട്ടണം. ആ ഒരു കറക്റ്റ് പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു പരിവാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ഒരു ബട്ടറൊക്കെ ഈ ഒരു സമയത്ത് നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് സോഫ്റ്റും ആയിരിക്കണം, പക്ഷേ അത്യാവശ്യം ഒരു കട്ടിയായിട്ട് ഇരിക്കുന്ന ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് ഉള്ളിൽ കൊടുക്കേണ്ട ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 280 ഗ്രാമോളം മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്തിട്ടെടുത്ത ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുന്ന ഒരു രീതിക്ക് തന്നെ ഈ ഒരു ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് നല്ല പോലെ തന്നെ ചൂടായിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിന്റെ അടിഭാഗം ആ ഒരു വെള്ളത്തിൽ മുട്ടരുത്. ആ ഒരു വെള്ളത്തിൽ മുട്ടാത്ത രീതിയിൽ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ചോക്ലേറ്റ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റിൻ്റെ ഫില്ലിംഗ് ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ചോക്ലേറ്റ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലൂക്കോസ് സിറപ്പാണ് കേട്ടോ. ഗ്ലൂക്കോസ് സിറപ്പ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്കിത് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാവുന്നുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഗ്ലൂക്കോസ് സിറപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ല, ഇതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് സിറപ്പ് ചേർത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ല ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റും പിന്നെ ഒരു കാരമൽ ഫില്ലിങ്ങും ആണ് 5 സ്റ്റാറിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മോൾഡൊന്നും എടുക്കുന്നില്ല.
ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഇതുപോലൊരു ബോക്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ മോൾഡിലല്ലാതെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഇതുപോലൊരു ബോക്സോ പാത്രം എടുക്കാവുള്ളൂ. ചെരിവുകളുള്ള പാത്രങ്ങളോ ബോക്സോ ഒന്നും നമ്മൾ എടുക്കരുത്. അപ്പോൾ ഈ ഒരു ബോക്സിലേക്ക് ഞാൻ ഇതുപോലൊരു ബട്ടർ പേപ്പറും കട്ട് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഫില്ലിംഗ് ഇല്ലേ, അത് നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് പകർത്ത് വെക്കാം. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം എടുത്ത് നമ്മളൊന്ന് മാറ്റി വെക്കണേ. ലാസ്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റാക്കി ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് പകർത്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്പാച്ചിലിയോ സ്പൂണോ വല്ലതും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ പരത്തി ആ ഒരു ചോക്ലേറ്റ് ഫില്ലിങ് ആ ഒരു ബോക്സിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുക്കുക. ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന ഒരു കാരമലാണ്. ഇനി ഈ ഒരു കാരമൽ എടുത്തിട്ട് ഈ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയറായിട്ട് ഇതുപോലെ ഒരു കാരമൽ ആ ഒരു ബോക്സിൻ്റെ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തുന്ന രീതിയിൽ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ബാക്കി വെച്ചിരുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇല്ലേ, അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ ഒരു ചോക്ലേറ്റ് എത്തുന്ന രീതിയിൽ ഇതുപോലെ പൊടിച്ച് പൊടിച്ച് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്പാച്ചില വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ലെവലാക്കി ഒന്ന് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഞാനിവിടെ കറക്റ്റായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് ലെവലാക്കി ഒന്ന് എടുത്തതിന് ശേഷം ഈ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ നോക്കിയാൽ അത് പൊട്ടി അങ്ങ് പോവും. പെട്ടെന്ന് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1 മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മളിത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നതിൽ ഒരു 10-15 മിനിറ്റിന് ശേഷം ഒന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ആ ഒരു പൊട്ടലുകൾ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് നമ്മൾ മോൾഡുകളൊന്നും ഇല്ലാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒരു കാരമലുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പുറമെ ഇതുപോലെ ചെറുതായിട്ട് വിള്ളലുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒന്നെടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ, ഒരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഓരോന്നും എടുത്തിട്ട് ആ ഒരു പൊട്ടിൽ വന്നിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് ഒരു ലെവലാക്കി ഒന്ന് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഒരു പുറമേ ഉള്ള ഒരു പൊട്ടലുകളൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മുകളിൽ പൊട്ടലുകളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 45 മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഒരു 45 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇതെല്ലാം തന്നെ നമുക്കിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൊടുക്കാനുള്ള ഒരു ചോക്ലേറ്റ് കൊണ്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു ലാസ്റ്റത്തെ ഒരു ചോക്ലേറ്റ് നമ്മൾ റെഡിയാക്കുന്ന ഒരു സമയത്ത് ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ചോക്ലേറ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 250 ഗ്രാമോളം മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല പോലെ തന്നെ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോക്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രം ആ ഒരു വെള്ളത്തിൽ മുട്ടാത്ത രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചോക്ലേറ്റ് കുറച്ചൊന്ന് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ നല്ല ലൂസാക്കി ഒന്ന് എടുക്കണം. ഈ ഒരു ചോക്ലേറ്റ് നല്ല ലൂസായിട്ട് കിട്ടിയാൽ മാത്രമേ ആ ഒരു നൈസായിട്ടുള്ള കോട്ടിങ് നമുക്ക് കിട്ടത്തുള്ളൂ പുറമേ. അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു കോട്ടിങ് കുറച്ച് കട്ടിയായിട്ടിരിക്കും. കട്ടിയായിട്ടുള്ള കോട്ടിങ് വന്നാൽ അത് കഴിക്കാനും അത്ര ഒരു രസം ഉണ്ടാവില്ല. ഇത് കണ്ടില്ല, നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഒഴുകി പോകുന്ന ഒരു പരുവത്തിന് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ചൂട് അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഈ ഓരോ ബാറും ഈ ഒരു ചോക്ലേറ്റിലേക്ക് മുക്കി നമുക്ക് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് ചോക്ലേറ്റിൽ മുക്കി എടുത്തതിന് ശേഷം ആവശ്യമില്ലാത്തത് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കളഞ്ഞേക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് കൊടുക്കാം. ആ ഒരു 5 സ്റ്റാറിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു സ്പൂണോ വെല്ലം വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ആ ഒരു ചോക്ലേറ്റ് ഉറക്കുന്നതിന് മുമ്പ് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും എടുത്തിട്ട് ആദ്യം ഈ ഒരു ചോക്ലേറ്റ് നല്ല പോലെ തന്നെ മുക്കിയെടുക്കുക. ആവശ്യമില്ലാത്തത് ഇതുപോലെ കുടഞ്ഞു കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഷേപ്പ് കൊടുക്കുക.
അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ചോക്ലേറ്റിൽ മുക്കി ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഒലിച്ചിറങ്ങിയിട്ടില്ലേ, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, കുറച്ചും കൂടി നല്ലൊരു ഭംഗിക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡിൽ ഒലിച്ചിറങ്ങിയ ഒരു ചോക്ലേറ്റ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഞാനൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെയും വലിയവരുടെയും എല്ലാവരുടെയും ഫേവറേറ്റ് ചോക്ലേറ്റ് ആയിട്ടുള്ള 5 സ്റ്റാർ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാനൊന്ന് കട്ട് ചെയ്തുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു 5 സ്റ്റാർ ചോക്ലേറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു മെഷീനോ ഒരു മോൾഡോ ഒന്നും തന്നെ ഇല്ലാതെ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു ഷേപ്പിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു 5 സ്റ്റാറിൻ്റെ ഒരു സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 സ്റ്റാർ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലാണ് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.